പുലർച്ചെ 4 മണിക്ക് ശേഷം ഒരു വലിയൊരു ശബ്ദത്തോടു കൂടെ വീടൊന്നായിട്ട് തരിക്കണ പോലെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന രൂപത്തിൽ ഒരു സൗണ്ട് വന്നു. അതിൽ പെട്ടെന്ന് മക്കളും ഞങ്ങളൊന്നായിട്ട് എണീറ്റ് അവരൊന്നായിട്ട് നിലവിളിച്ച് അപ്പോൾ ഞാൻ കുട്ടികളെടുത്ത് പുറത്തോട്ട് ഓടി. ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ വേങ്ങര കണ്ണമംഗലം പഞ്ചായത്തിലെ പെരണ്ടക്കൽ എന്ന് പറയുന്ന ഭാഗത്താണ്. ഊരകം മലയുണ്ട്, ചെരുപ്പടി മല തൊട്ടടുത്തുണ്ട്. കോറികളുടെ അനധികൃത പ്രവർത്തനം മൂലം ഏറെക്കാലമായി നാട്ടുകാർ വലിയ ആശങ്കയിൽ കഴിയുന്ന മേഖല കൂടിയാണിത്. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ മഴക്കെടുതിയുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് പ്രേക്ഷകരെ ഇനി കാണിക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ കൃത്യമായിട്ടും അടിവരയിടുന്നുണ്ട്, തെളിയിക്കുന്നുണ്ട്. ഇത് മലപ്പുറം ഈ വേങ്ങര കണ്ണമംഗലം പഞ്ചായത്തിലെ പെരണ്ടക്കൽ സ്വദേശിയായുള്ള സമീറിന്റെ വീടാണ്. കനത്ത മഴയിൽ ഇന്നലെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കനത്ത മഴയിൽ ഈ മുകൾ ഭാഗത്തെ മണ്ണിടിഞ്ഞുകൊണ്ട് സമീറിന്റെ വീട് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത്. തലനാരിഴക്കാണ് വീട്ടുകാർ അവിടെ നിന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. തൊട്ടപ്പുറത്ത് സമീർ ഉണ്ടായിരുന്നു, ഭാര്യയുണ്ടായിരുന്നു, 4 പിഞ്ചു മക്കൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഉഗ്ര ശബ്ദം കേട്ട് അവർ ഇറങ്ങി ഓടിയത് കൊണ്ട് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഉണ്ണിത്തൂർ പകർത്തുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന മുറിയിൽ സാധാരണഗതിയിൽ സമീറിന്റെ ബന്ധുക്കൾ കിടന്നുറങ്ങാറുണ്ട്. പക്ഷേ ഇന്നലെ ഭാഗ്യം കൊണ്ടോ മറ്റോ ആരുടെയൊക്കെ തന്നെ പ്രാർത്ഥന കൊണ്ട് ആ റൂമിൽ ഇന്നലെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആരെങ്കിലും തന്നെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. അത് തന്നെയാണ് സമീർ പറയുന്നത്. കഴിഞ്ഞ 9 വർഷമായി ഇവിടെ താമസിക്കുന്ന വ്യക്തിയാണ് സമീർ. ഇക്കാലം അത്രയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് സമീർ പറയുന്നുണ്ട്. ഇന്നലെ എപ്പോഴാണ് സംഭവം ഉണ്ടായത്? അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു. ഒരു പുലർച്ചെ 4 മണിക്ക് ശേഷം ഒരു വലിയൊരു ശബ്ദത്തോടു കൂടെ വീടൊന്നായിട്ട് തരിക്കണ പോലെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന രൂപത്തിൽ ഒരു സൗണ്ട് വന്നു. അതിൽ പെട്ടെന്ന് മക്കളും ഞങ്ങളൊന്നായിട്ട് എണീറ്റ് അവരൊന്നായിട്ട് നിലവിളിച്ച് അപ്പോൾ ഞാൻ കുട്ടികളെടുത്ത് പുറത്തോട്ട് ഓടിയതിന് ശേഷം ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വരെ ആക്കിയതിൻ്റെ ശേഷം ഞാനിങ്ങനെ മേലെക്കൂടെ വന്ന് നോക്കിയപ്പോൾ വീടൊന്നായിട്ട് തകർന്ന് കിടക്കുന്നതാണ്. ഞാൻ ഓടുന്ന ടൈമിൽ ഞാനിതിങ്ങനെ പൊട്ടിക്കണമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വീട്ടിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വന്നിട്ട് മണ്ണൊക്കെ കയറി എടുക്കാമെന്ന് അന്നേരം ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ കുട്ടികളൊക്കെ സുരക്ഷിതരാക്കിയതിൻ്റെ ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് ഇതിങ്ങനെ പോയതായിട്ട് കാണുന്നത്. സുരക്ഷിതരാക്കി വന്ന് നോക്കിയ സമയത്ത് വീട് മൊത്തം തകർന്ന് അന്നേരമാണ് അറിയുന്നത്. കിടന്നുറങ്ങിയ സമയത്താണ് ഈ വലിയ ശബ്ദം കേൾക്കണല്ലേ? അതെ, ഉറങ്ങുന്ന ടൈമിൽ ഉറങ്ങി ഒരു പുലർച്ചെ ആയി തുടങ്ങി നമ്മൾ എണീക്കാനുള്ള നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. നല്ല മഴയാണ്, കനത്ത മഴയാണ്. ഈ മുകൾ ഭാഗത്ത് കെട്ടിയിട്ടുള്ള തറ ഇടിഞ്ഞു വീണാണല്ലേ, അതിന്റെ കൂടെ മണ്ണ് ഒലിച്ചിറങ്ങിയിട്ടാണ് വീട് തകർന്നത്. ഈ തറന്റെ ഉള്ളിൽ നിന്ന് ഒന്നായിട്ട് മണ്ണും ഇവിടെ ഒരു പാറക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, പാറകളൊക്കെ ഉണ്ട്, അത് ഒന്നായിട്ട് അങ്ങോട്ട് പോകുന്നു. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളല്ലേ, മുൻപ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മഴ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. നമ്മുടെ സ്വന്തം വീട് തന്നെയാണ്? സ്വന്തം വീട്. എന്തായാലും നല്ല ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയൊരു വീടാണിത്. അത് തകർന്നത് മൂലം അവർക്ക് വലിയ വിഷമമുണ്ട്. അതിന്റെ സമീപത്ത് പിന്നെ അനിയനുള്ള തറയുണ്ട്. അതിപ്പോ പറഞ്ഞാൽ അവർ ലക്ഷത്തിന് മുകളിലായിട്ട് ചെലവഴിച്ച് ഉണ്ടാക്കിയ തറയാണ്. അത് ഫുള്ള് തകർന്നു പോയിട്ട്. ബുക്ക് എല്ലാം അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. എൻ്റെ കുട്ടികളെ ബുക്കും ഡ്രസ്സും മറ്റെല്ലാം എല്ലാ സാധനം അൽമാര. ദീർഘകാലമായിട്ട് ഓട്ടോ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ഭാഗം ഇനി വീട് തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം തകർന്നു കഴിഞ്ഞു. അതിനുള്ളിൽ ചെറിയ മക്കളുടെ പുസ്തകം കാണാൻ സാധിക്കും, അവരുടെ കുഞ്ഞുടുപ്പ് ഉൾപ്പെടെ കാണാൻ സാധിക്കും. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇവിടെ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നു. ഇവിടെ കോറികളുടെയൊക്കെ പ്രവർത്തനം നിങ്ങൾ വലിയ ആശങ്കയിലാക്കുന്നുണ്ടല്ലേ കുറേ കാലമായിട്ട്? നിരവധി തവണ പല വില്ലേജിൽ പഞ്ചായത്ത്, ജിയോളജി, SP പല മേഖലയിലും ഇതുവരെ നിർത്താൻ ആരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് എല്ലാ ഓഫീസുകളിൽ നിന്നുള്ള ഒത്താശയോട് കൂടിയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇതിലൂടെ എല്ലാ ഭാഗത്തും പരാതി കൊടുത്തിട്ടും പിന്നെ ആരും ഇതിന് നടപടി എടുക്കണം, നിർത്തലാക്കാനുള്ള ഒരു നടപടി ആരും എടുക്കണില്ല. പിന്നെ സ്കൂൾ ടൈമിൽ വാഹനങ്ങൾ പോകണം, അതുവരെ തടയാൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആരുമില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഭാഗത്ത് നിരവധി കോറികൾ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അധികൃതരോട് തുടർച്ചയായിട്ട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. സമീർ, ഒരു കാര്യം കൂടെ, ഇന്നലെ ഇപ്പോൾ മന്ത്രിക്ക് സന്ദർശിക്കുന്നു, സഹായവുമായി ബന്ധപ്പെട്ട അവര് എല്ലാ കാര്യങ്ങളും ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് എല്ലാവിധ ഉദ്യോഗസ്ഥരും ഇവിടെ വന്നിരുന്നു. സർക്കാരിനോട് ഉൾപ്പെടെ അഭ്യർത്ഥിക്കാനാണ്, ആവശ്യപ്പെടാനാണ്. സർക്കാരിനോട് എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധാരണക്കാരനാണ്. നമുക്ക് അർഹമായൊരു നഷ്ടപരിഹാരം തന്ന് നമുക്കൊരു ജീവിതം മുന്നോട്ട് പോകണമല്ലോ. നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വീട് കാര്യങ്ങളില്ല. അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടണില്ല. അപ്പോൾ അതിന് പറ്റിയൊരു സഹായങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരിക എന്നുള്ള അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ആവശ്യം. സാധാരണക്കാരാണ് ആ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ളതാണ്. അതിന് മറുപടി പറയാൻ അധികൃതർ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. ഇവിടെ ഈ കോറിയുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ട് വേങ്ങര സ്റ്റേഷനിൽ കള്ളക്കേസിൽ MDMA കേസിൽ വരെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് തന്നെ.
എന്നെ വണ്ടിയിലിട്ട് ആക്രമിച്ചിട്ടുണ്ട് അവർ. പല രീതിയിൽ ഇനി പരാതി കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ് അവർ ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അറിയാൻ കഴിയും അവരെ കോറിക്കാരും പോലീസും മറ്റുള്ളവരെ ഒത്താശ നമുക്ക് അറിയാൻ കഴിയും. അവിടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി കൂടിയാണത്. അക്കാര്യത്തിൽ ഉൾപ്പെടെ ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഈ സമീറിന്റെ വീട് തകർന്നതുപോലെ ഇനിയും ഇവിടെ വീടുകൾ തകരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഇടപെടൽ വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ സമീർ പോലെയുള്ള മനുഷ്യരുടെ ആശങ്ക പരിഹരിക്കാൻ പാകത്തുള്ള ഇടപെടൽ അധികൃതർ നടത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം കൂടി പെരണ്ടക്കലിലെ പ്രദേശവാസികൾ, നാട്ടുകാർ ഒരുപോലെ ഉന്നയിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.